ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കാതിരുന്ന, കൃപയിൽ വളരാനായിട്ട് ജാഗരൂകത കാണിക്കാതിരുന്ന ഒരാത്മാവിനെ കുറിച്ചാണ് ഈ വചനഭാഗം നമ്മോട് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. നാസിർ വ്രതക്കാരനായ സാംസൺ. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സാംസന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിനുള്ള 1-ാം സ്ഥാനം മാറ്റപ്പെട്ടപ്പോൾ സാംസൺ ദലീല എന്ന സ്ത്രീയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വചനം പറയുന്നു, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. തന്നിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടത്, തൻ്റെ ആത്മാവ് മൃതമായി പോയത് തിരിച്ചറിയാൻ പോലും സാംസന് കഴിഞ്ഞില്ല. ഇസ്രായേലിലെ അതിശക്തനായിരുന്ന സാംസൺ തൻ്റെ ജീവിതത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടപ്പോൾ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് ഫിലിസ്തീനയുടെ കാരാഗൃഹത്തിൽ മാവ് പൊടിക്കുന്ന ജോലി ചെയ്യേണ്ടി വന്നുവെന്നും അവസാനം അതിദാരുണമായി മരണപ്പെട്ടുമെന്നും വചനം പറയുന്നു.